നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുത്തുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ മിസ്റ്റേക്കുകളെ നമുക്ക് ഓവർകം ചെയ്യാം. ഒരുപാട് സിമ്പിൾ ടിപ്പുകളുണ്ട്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്നറിയോ, ഒരു സംശയമില്ല, ആക്റ്റീവ് ലിസണിങ് ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പല കാര്യത്തിലും ശ്രദ്ധിക്കുകയാണ്, വാട്സപ്പിൽ നോക്കുന്നു, അപ്പുറത്തെ സ്റ്റാഫ് വരുമ്പോൾ ചോദിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് നിർബന്ധമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്കുകൾ ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ പാരാഫ്രേസിംഗ് എന്നൊക്കെ പറയും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്, കാര്യമായിട്ടൊരു കാര്യം പറയുകയാണ്, അത് ഞാൻ എൻ്റെതായുള്ള ഭാഷയിൽ ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് അതൊന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ, യെസ്, ദീപക്കിനത് ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, ദീപക്ക് തലയാട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. പാരാഫ്രേസിങ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ ഭാഷയിൽ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണ്, യൂസിങ് സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് ആണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ടഫായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്പീഡായിട്ടും ഒരുപാട് ക്ലിയർ അല്ലാതെ ഒന്നും സംസാരിക്കാതെ സിമ്പിളാക്കുക, അത് ഷോർട്ടാക്കുക, വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ച് പഠിക്കുക, ഒരുപാട് ടെക്നിക്കൽ ടേംസുകൾ ഉപയോഗിക്കാതിരിക്കുക. മൂന്നാമത്തെ ഒരു പോയിന്റ്, മെയിൻറ്റെയിനിങ് ഓപ്പൺ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മുടെ ഒരു അപ്രൈറ്റ് പോസ്ചറിൽ നിൽക്കുക, ആംസൊക്കെ റിലാക്സ്ഡ് ആവുക, ഒരു ഓപ്പൺ ബോഡി ലാംഗ്വേജോടുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഹാൻഡ് ഗസ്റ്റേഴ്സ് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ, അത് സൂമിലായിക്കോട്ടെ, വീഡിയോ കോളിലായിക്കോട്ടെ, അതിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ, എപ്പോഴും നമ്മളെ കാണുന്ന നമ്മളെ കൈകളാണ്. അപ്പോൾ ഈ കൈകളുടെ ഒരു നോർമൽ, ഒരു നാച്ചുറൽ ഒരു താളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ബോഡി ലാംഗ്വേജിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, ഗസ്റ്റേഴ്സ് അവിടെ കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പാണ് പ്രാക്ടീസിങ് കൺട്രോൾഡ് സ്പീച്ച്, അല്ലെങ്കിൽ കൺട്രോളിങ് സ്പീച്ച് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ സംസാരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ചില വ്യക്തികൾ മോണോട്ടോൺ സ്പീച്ചാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഹൈ ലെവലിൽ സംസാരിക്കാം, ലോ ലെവലിൽ സംസാരിക്കാം, ഒരു മീഡിയം ലെവലിൽ നമുക്ക് പിച്ചിൽ സംസാരിക്കാം. ചില വ്യക്തികൾ ഈ മീഡിയം പിച്ചിൽ മാത്രമേ സംസാരിക്കൂ. ഫോർ എക്സാമ്പിൾ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് ഒരു മോണോട്ടോൺ സ്പീച്ച്. അപ്പോൾ ഹൈ ലെവലിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഞാൻ ക്ലിയർ ആക്കിയിരിക്കും എന്ന് പറയുന്നത് ഒരു ഹൈ ലെവലിൽ പറയുകയാണ്. എന്നാൽ ചിലപ്പോൾ ലോ ലെവലിൽ നമ്മൾ പറയുകയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം കാരണം ഒരുപാട് അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ മോണോട്ടോൺ, ഹൈ ലെവൽ, ലോ ലെവൽ, മീഡിയം ലെവൽ. അപ്പോൾ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ സംസാരം എപ്പോഴും ഒരു കൺട്രോളിങ് സ്പീച്ചിലേക്ക് കൊണ്ടുപോവുക. ഹൈ ആക്കേണ്ടത് ഹൈ ആക്കിയിട്ടും, ലോ ആക്കേണ്ടത് ലോ ആക്കിയിട്ടും, ഒരു മീഡിയത്തിൽ പോകേണ്ടത് ഒരു മീഡിയം ലെവലിലും നമ്മൾ സംസാരിച്ച് പഠിക്കുക. അത് ഭയങ്കരമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനൊരു കാരണമാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ്, ബിൽഡിംഗ് കോൺഫിഡൻസ് ത്രൂ പ്രാക്ടീസ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഏത് മേഖലയിലാണോ നമ്മളെ കോൺഫിഡൻറ്റ്, അതൊരു പക്ഷേ നമ്മൾ ഡ്രൈവിങ്ങിലാവും, അതുപോലെ നമ്മൾ കുക്കിങ്ങിലാവും, അതുപോലെ നമ്മൾ ബിസിനസ്സിലാവാം, നമ്മൾ ചെയ്യുന്ന ജോലിയിലാവാം, പാട്ട് പാടുന്നതിലാവാം. ആരാണോ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് അവരുടെ പ്രാക്ടീസിങ് ആ മേഖലയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. മണിക്കൂറുകളും ദിവസങ്ങളും പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് ആ കോൺഫിഡൻറ്റ് നമുക്കായിട്ടുള്ളത്. എന്നതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു സ്കില്ലാണ്. അതിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. അതെങ്ങനെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം? നമ്മൾ മിററിൽ നോക്കി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം, സെൽഫ് ടോക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, വാട്സപ്പിൽ നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കേട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം, റോൾ പ്ലേ നമ്മൾ വീട്ടിലെ മക്കൾക്കായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ നമുക്ക് അത്രയും നല്ലൊരു പിയർ ഗ്രൂപ്പുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് റോൾ പ്ലേ ചെയ്തുകൊണ്ട് പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഈ 5 കാര്യങ്ങളും നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ. ഒന്നാമത്തത് ആക്റ്റീവ് ലിസണിങ്, രണ്ടാമത്തത് യൂസിങ് സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ്, മെയിൻറ്റെയിനിങ് ഓപ്പൺ ബോഡി ലാംഗ്വേജ്, പ്രാക്ടീസിങ് കൺട്രോൾഡ് സ്പീച്ച്, കൂടാതെ തന്നെ ബിൽഡിംഗ് കോൺഫിഡൻസ് ത്രൂ പ്രാക്ടീസ്. ഈ 5 കാര്യം ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് നമുക്കതിൽ തിരുത്താൻ പറ്റും. സോ നാളത്തെ ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്ററായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം.